ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംതിട്ടൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിനെ കാണിക്കുകയാണ്. അപ്പോൾ ആദർശ് ദേവയാനിയോട് പറയാണ്, നന്ദുവും അതേപോലെ തന്നെ നന്ദുവിൻ്റെ കുറേ കൂട്ടുകാരും പൊന്മുടിയിലുണ്ടെന്നാണ് അവൾ വിളിച്ച് പറഞ്ഞത്. പക്ഷേ അതിലേത് കൂട്ടുകാരെന്നാണ് ഇപ്പോൾ ഒരു സംശയം. കൂട്ടുകാരുണ്ടോ? നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അനിയായിരിക്കോ നന്ദുവിൻ്റെ കൂടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മോനെ അങ്ങനെയാണെങ്കിൽ വളരെ തെറ്റായ കാര്യമാണിത്. കാരണം നവീൻ ആ വീട്ടിൽ പെണ്ണാലോചിച്ച് പോയെന്നുള്ള കാര്യം നന്ദുവിന് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. നവീൻ മോനെ ചതിക്കുന്ന രീതിയിലല്ലേ നന്ദു കാണിച്ചു കൂട്ടുന്നത്. അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവനോട് വലിയ തെറ്റ് തന്നെയല്ലേ ചെയ്യുന്നത്. അതൊക്കെ അമ്മ പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷേ നയന ഉറപ്പിച്ച് പറയുന്നുണ്ട് നന്ദുവിൻ്റെ മനസ്സിലിഷ്ടം അത് അനിയോട് മാത്രമാണെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും അമ്മേ? നയന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നവീൻ്റെ ആ കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് വല്ലാത്തൊരു സങ്കടം കാണും, നന്ദുവിന് പേടി കാണും. ഇനി ആ കല്യാണം എല്ലാവരും കൂടി നടത്തി കൊടുത്താലോ എന്നുള്ളൊരു പേടി അവളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അനിയോടൊപ്പം പോയി പൊന്മുടിയിൽ കുറച്ച് ദിവസം തങ്ങാമെന്നൊക്കെ അവൾ വിചാരിച്ചത്. അങ്ങനെയാണല്ലോ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം അനിയും ഇല്ല, നന്ദുവും ഇല്ല. അപ്പം എന്ത് വേണം നമ്മൾ കരുതാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതും ശരി തന്നെയാണ്. പക്ഷേ അവൾ ഇത്തരത്തിലുള്ള ആ പോക്കില്ലേ, അത് ശരിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉടനെ തന്നെ അവസാനിപ്പിച്ചോളണം, അല്ലെങ്കിൽ അത് ശരി വരുന്ന കാര്യമല്ല എന്നൊക്കെ ആദർശിനോട് ദേവയാനി പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും അനിയാണ്. അപ്പോൾ അനി പറയാണ്, നമ്മളെങ്ങനെയാണ് ഇന്ന് പോകണത്? കണ്ട സമയത്ത് വീട്ടിലെത്തണ്ടേ? ഇതിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീ എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകും കേട്ടോ. എനിക്കാണെങ്കിൽ വീട്ടിലെത്തിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ഇനി ചോദ്യത്തിൻ്റെ പേര് ചോദ്യം തന്നെയായിരിക്കും. ഇനി ആ ചോദ്യമായിട്ടിരിക്കണം. അതുകൊണ്ട് ഇത് വല്ലാത്തൊരു ഇത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ഈ ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം ആയാലായിരുന്നു. പിന്നെ അതുമാത്രമല്ല, നമുക്ക് നവീനെ വിളിച്ചൊന്നും പറയാനും പറ്റൂല. ഇതിപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായി പോയല്ലോ. അത് ശരിയാ, നവീനേട്ടനെ വിളിച്ച് പറയാനായിട്ട് പറ്റില്ല. നമ്മുടെ രണ്ടുപേരും തനിച്ചാണെങ്കിൽ വളരെ മോശമായ കാര്യമല്ലേ. നവീനേട്ടനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? എടി നമുക്കേ നവീനോട് അങ്ങോട്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? അതായത് നവീനെ നിനക്ക് ഇഷ്ടമല്ല, നിന്നൊരു ചേട്ടനെ പോലെയാണ് കണ്ടിരിക്കുന്നത്, ഞാനും അവളുമാണ് ഇഷ്ടത്തിൽ എന്നങ്ങോട്ട് പറഞ്ഞാലോ? ദേ അനി, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. നിന്നോട് പല പ്രാവശ്യം വന്ന് നവീനേട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചതല്ലേ. എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? വാക്ക് പറഞ്ഞില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരില്ലായിരുന്നു, എങ്ങനെയെങ്കിലും സോൾവ് ആക്കാമായിരുന്നു. ഇപ്പം അതൊന്നും ചെയ്തില്ല. ഇപ്പം നമ്മൾ ഈ കാര്യം പറയാനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നവീനേട്ടൻ വിചാരിക്കില്ലേ നമ്മൾ വലിയൊരു കൊടും ചതിയെ ചെയ്തത്, ആത്മാർത്ഥ സുഹൃത്തായിട്ട് ഇരുന്നിട്ട് ഇത്രയും വലിയ ചതിയൊന്നും ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കില്ലേ. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ പറഞ്ഞ അതും ശരി തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്ത് ബന്ധം അവിടെ അവസാനിക്കും. അതുകൊണ്ട് അതിനി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതാ പറഞ്ഞത്, അത് പറയണ്ട. അത് പറയാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അനി എന്ന് പറയാണ്. എന്നാലും പിന്നെ ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്നടാ നമ്മുടെ സെക്യൂരിറ്റി പറയാണ്, അതെ സാറേ, ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഇനി നിങ്ങൾക്ക് പോകാം. ഇത് കേട്ട് ഇവർ ഭയങ്കര സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണ്. ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിക്കോ, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരി ചേട്ടാ, എന്നാ ചേട്ടാ ഇത് വെച്ചോ കേട്ടോ. താങ്ക് യു സാറേ. അപ്പോൾ കുറച്ച് ടിപ്പൊക്കെ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ അനി ഇയാളുടെ കയ്യിലേക്ക്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ പോവാണ്. നേരെ പോയി നേരെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് എത്തുക. കുറച്ച് ഒരു രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, എടാ ആകെ പെട്ടുപോയൊരവസ്ഥയിലാടാ, പക്ഷെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നിങ്ങളെ ഞങ്ങൾ വിളിച്ചതേ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ്. കാരണം ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് കഴിഞ്ഞാലേ ചോദ്യം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞത്. ഇന്നലെ ഒരു ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് കയറിയത് എന്നൊക്കെ പറഞ്ഞാൽ മതി. അതായത്
ഇപ്പം നവീനേട്ടനെ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണേ. അപ്പോൾ എനിക്കത് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ആ പ്രപ്പോസിൻ്റെ കാര്യം പറയാനായിട്ട് നമ്മൾ ഇത്രയും പേര് അങ്ങോട്ട് ഒത്തുകൂടി. അത്രയും വീട്ടിൽ പറഞ്ഞാൽ മതി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നവീനേട്ടനും കൂടി നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ സാധ്യമാവുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇത് കേട്ട നന്ദുവാണെങ്കിൽ എടാ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ ഏതായാലും നവീനേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ നന്ദു നവീനെ വിളിക്കുകയാണ്. അപ്പോൾ നവീനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ നവീൻ യാത്രയിലായിരുന്നു. അപ്പോൾ നന്ദുവിനെ കോൾ എടുത്തിട്ട് നന്ദു എന്താ നന്ദു എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും നവീനേട്ടാ എനിക്ക് നവീനേട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം നവീനേട്ടാ. ഹെൽപ്പോ? എന്ത് ഹെൽപ്പാണ് നന്ദു? അതൊക്കെ ഞാൻ പറയാമേ നവീനേട്ടാ. നവീനേട്ടനെ നമ്മൾ സ്ഥിരമായിട്ട് കരിക്ക് കഴിക്കുന്ന കടയില്ലേ, ആ കടയുടെ മുന്നിലേക്ക് വരാവോ? നവീനേട്ടൻ തിരക്കുണ്ടോ? തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്, സാരമില്ല ഞാൻ വരാം. എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കോളാം. ശരി നവീനേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. നവീനേട്ടൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നവീനേട്ടനോട് കാര്യങ്ങളെല്ലാം നമുക്ക് പറയണം. അതിനുശേഷം നവീനേട്ടനും നമ്മുടെ ഒപ്പം കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട. വീട്ടുകാരുടെ മുന്നിൽ നവീനേട്ടനും കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും സംശയിക്കില്ല. പിന്നെ എനിക്ക് വീട്ടുകാരുടെ മുന്നിൽ എസ്കേപ്പ് ആകുക തന്നെ ചെയ്യാം. നിങ്ങൾ നവീനേട്ടനും കൂടെ ഒന്ന് സംസാരിച്ചാൽ മതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടുകാരാണെങ്കിൽ നന്ദു നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നന്ദു SI ആയതിനു ശേഷമേ ഞങ്ങളൊരു വിളി പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. ഞങ്ങളെയൊക്കെ മറന്ന കണക്കായിരുന്നു നന്ദു. ഇപ്പം ഞങ്ങളുടെ സഹായം ചോദിച്ചു വന്നിരിക്കുകയാണല്ലേ. എടാ അത് പിന്നെ സമയമില്ലാത്തത് കൊണ്ടല്ലേടാ. പിന്നെ എങ്ങനെയാടാ? പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിച്ചതിൽ നിനക്കൊക്കെ വലിയ ട്രീറ്റ് ഞങ്ങൾ തരുന്നുണ്ട്. എന്താ അതുപോലെ വലിയൊരു ചിലവ് തന്നെ ചെയ്തേക്കാം. എന്താ അത് മതിയില്ലേ? മതി, എന്നാവാ നമുക്കങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി നേരെ ആ കരിക്കിൻ്റെ കടയിൽ ചെല്ലുകയാണ്. നവീനും വരികയാണ്. ഇതെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ എന്നെയും കൂടി ഒന്ന് വിളിക്കായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയാണെങ്കിൽ എടാ നവീനെ, അതെ നീ നന്ദുവിനെ പ്രപ്പോസൽ ചെയ്തില്ലേ, അപ്പോൾ ഇവൾക്കൊരു ആശയക്കുഴപ്പം. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പൊന്മുടിയിൽ പോയി നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളവിടെ ബ്ലോക്കായി പോയിടാ എന്നൊക്കെ കൂട്ടുകാരും അനിയും ഒക്കെ പറയാണ്. അത് ശരി, എന്നിട്ട് ആ ഡിസ്കസ് കഴിഞ്ഞോ? ഡിസ്കസിൽ എന്താണൊരു തീരുമാനം? ഇതുവരെയും ആ ഒരു തീരുമാനം അറിഞ്ഞില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനി പറയാണ്, എടാ അത് തന്നെയാണ് പറഞ്ഞത്. എടാ നന്ദു നിന്നെ ഒരു ഏട്ടനെ പോലെയാടാ കണ്ടിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, കാരണം കല്യാണം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മാറിക്കോളും. പക്ഷേ ഞാൻ നന്ദുവിനെ പെണ്ണാലോചിച്ചിരിക്കില്ലേ. നന്ദു എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ. ഇപ്പോൾ അവളെ എനിക്ക് രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. ഇപ്പോൾ ഞാനെന്ത് സഹായം ചെയ്യേണ്ടത്? അതെ, ബ്ലോക്ക് പോയതുകൊണ്ട് വീട്ടിലാകെ പ്രശ്നമാണ്. നന്ദു ഇത്രയും കൂട്ടുകാരോടൊപ്പം റിസോർട്ടിൽ കഴിഞ്ഞു എന്നൊക്കെയാ പറയുള്ളൂ. അപ്പം അതുകൊണ്ട് നീയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സോൾവ് ആക്കുക തന്നെ ചെയ്യും. അത്രയുള്ള കാര്യം. തീർച്ചയായിട്ടും ഞാൻ പറയാം. കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അതേപോലെ ചെയ്യണ്ടേ, അതേപോലെ പ്രവർത്തിക്കണ്ടേ? അങ്ങനെ ചെയ്യുള്ളൂന്നേ. നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്നേ. ഞാൻ ഏതായാലും അവരുടെ മുന്നിൽ കറക്റ്റ് ഉത്തരങ്ങളെല്ലാം പറഞ്ഞോളാം. ഏതായാലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നല്ല സംരക്ഷണമായിട്ടിരിക്കണമല്ലോ. പക്ഷേ അനി, നിന്നോട് പല പ്രാവശ്യം ഞാനിതൊക്കെ പറഞ്ഞതാ. പക്ഷേ നന്ദുവിൻ്റെ മുന്നിൽ നീ ഇതൊന്നും അവതരിപ്പിക്കാനായിട്ട് പോയില്ല. ഇത് കേട്ട നന്ദുവാണെങ്കിൽ അയ്യോ അനി എന്നോട് അതൊക്കെ ഒന്ന് സൂചിപ്പിച്ചതാ, പക്ഷേ അത് ആരാണെന്ന് മാത്രം വ്യക്തമായിട്ട് പറഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും എന്നിട്ട് എന്താ തീരുമാനിച്ചത്? എന്താ അവൻ പറഞ്ഞത്? അപ്പം അനിയാണെങ്കിൽ എടാ അത് തന്നെയാടാ ഞാൻ പറഞ്ഞത്, നന്ദുവിന് ഇതിനോട് വലിയ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നിന്നോട് കൂടുതലൊന്നും ഞാൻ പറയാതിരുന്നത്. സാരമില്ല, ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ. നന്ദുവിൻ്റെ വീട്ടിലും പോയി പറഞ്ഞതാ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഞാനും തന്നും ഒന്നിക്കുന്നതിലേ അവർക്ക് യാതൊരു എതിർപ്പുമില്ല. അപ്പോൾ നിൻ്റെ വീട്ടുകാരോ, നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണോ നന്ദുവിനെ കല്യാണം കഴിക്കാനായിട്ട്? തൻ്റെ ഇടയായ പെൺകുട്ടികളെ ഇപ്പം കല്യാണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ നന്ദുവാണ് ആ പെണ്ണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയോട്. എടാ അപ്പം നന്ദുവാണ് ആ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണോന്നേ, അതല്ലേ വേണ്ടത്? അതാണ് വേണ്ടത് എന്ന് നമ്മുടെ നവീനാണെങ്കിൽ നല്ലൊരു ഗെയിം തന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ശരി വരി പോകാം. അപ്പോൾ നവീൻ ചിന്തിക്കണം, എടാ
എന്നെ രണ്ടുപേരിട്ട് കുറേ പൊട്ടം കളിച്ചല്ലേ, അപ്പോൾ ഞാനും കൂടി ഒന്ന് പൊട്ടം കളിപ്പിക്കട്ടെ, എന്നാലേ നിങ്ങളൊക്കെ ഒരു പാഠം പഠിക്കുള്ളൂ. അങ്ങനെ ഇവർ പോവാണ്. അപ്പോൾ ഈ സമയം തന്നെ കനകയും അതേപോലെ തന്നെ ഗോവിന്ദനാണെങ്കിൽ അവളത് എവിടെ പോയിരിക്കുന്നുള്ളൂ, വരുന്നുമില്ലല്ലോ എൻ്റെ ദൈവമേ, പൊന്മുടിയിൽ ഇനി ആരോടൊപ്പം ഒരിക്കും, അനിയോടൊപ്പം ഒരിക്കും. അതേ ഗോവിന്ദേട്ട, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഗോവിന്ദേട്ട, അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും നവീൻ്റെയും നന്ദുവിൻ്റെയും കല്യാണം നടക്കണം, ഞാൻ അതിനാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ ഈ നവീൻ്റെ കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അയ്യോ, നമ്പിമോൻ്റെ കാറാണല്ലോ, ദൈവമേ, നന്ദുവിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിനി എന്തുത്തരം പറയും എൻ്റെ ഗോവിന്ദേട്ടാ എന്ന് പറയുമ്പോൾ നന്ദു കൂടി ആ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ദേ നന്ദുമോളും ഉണ്ട്. അപ്പോൾ നവീൻ്റെ ഒപ്പമായിരുന്നു നന്ദുമോള്. അപ്പോൾ രണ്ടുപേരും കൂടി കയറി വരും. ആഹാ, നിങ്ങൾ രണ്ടുപേരും ആയിരുന്നോ, ഒരുമിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു. ഞങ്ങളെ ഈ നന്ദുവിനോട് കല്യാണ കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അവൾക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായി, വഴി ബ്ലോക്കായി. അങ്ങനെ അവിടെ തന്നെ തങ്ങേണ്ടി വന്നു. അതിനുശേഷം വഴിയുടെ ബ്ലോക്കെല്ലാം മാറിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നത്. അപ്പോൾ നവീൻ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഇങ്ങനെ കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എത്ര വിദഗ്ധമായിട്ടാണ് നമ്മുടെ നവീൻ കള്ളം പറയുന്നത് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ നന്ദു. അപ്പോൾ ഗോവിന്ദനും അതേപോലെ തന്നെ കനകയും കൂടി പറയണം, മോളെ എന്നിട്ട് സംസാരിച്ചോ? സംസാരിച്ചു ആൻറ്റി. പക്ഷേ ഞാൻ നന്ദുവിനെ കല്യാണം കഴിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരം കിട്ടിയില്ല. എന്താ തരാഞ്ഞ മോനെ? ഉത്തരമൊന്നും വേണ്ട, നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൻ്റെ വീട്ടുകാർ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെയും മോൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. നമുക്ക് അടുത്ത ചിങ്ങത്തിൽ തന്നെ ആയിക്കോട്ടെ ഈ കല്യാണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ മുഖം ഉമ്മുന്നിരിക്കുക. അപ്പോൾ നവീനാണെങ്കിൽ ആൻറ്റിയൊക്കെ ഇത്രയും പറഞ്ഞെങ്കിലും നന്ദുവിൻ്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ, മുഖം വീർപ്പിച്ച് കേട്ടിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ നന്ദു ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ എന്നാൽ ശരി, എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ, നന്ദുവിനെ ആക്കാൻ വേണ്ടി വന്നതാണ്, ഇനി എൻ്റെ ഇത് കഴിഞ്ഞു, ശരി എന്നാൽ ഇറങ്ങുവാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നവീൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കിടി നന്ദു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ എന്തിനാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഇത് വല്ലാത്തൊരു ഇതായിട്ടോ. പിന്നെ എന്നെ അതേപോലെയല്ലേ വേദനിപ്പിക്കുന്നത്? ഇപ്പോഴും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്ത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അമ്മ, ഇനിയും വഴക്കിടാനായിട്ട് ഞാൻ തയ്യാറല്ല. ഇനിയും വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദു കയറി പോവാണ്. കണ്ടോ ഗോവിന്ദേട്ടാ, ഇപ്പോഴും അവൾക്ക് ഒരു മാറ്റവുമില്ല. ആ പാവം നവീൻ ഓരോ ചോദ്യങ്ങളും ചോദിച്ചപ്പോഴേക്കും ഇവളുടെ മുഖം ഉമ്മുന്നിരിക്കുന്നത് കണ്ടില്ലായിരുന്നില്ലേ? ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടോ. അവൾ എന്താ ഇങ്ങനെ? ഗോവിന്ദേട്ടാ, എനിക്കാകെ പേടി തോന്നുന്നു. ഈ കല്യാണം മുടങ്ങിപ്പോകാൻ പാടില്ല. ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നവീൻ മോൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്യാണം നടത്തുക തന്നെ ചെയ്യണം. ഇതേപോലൊരു നല്ല പയ്യനെ ഇനി നന്ദുമോൾക്ക് കിട്ടില്ല എന്നും പറയാണ്. അതേ കനകം, നമുക്ക് ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ നോക്കാന്നേ, നീ പേടിക്കണ്ട എന്ന് ഗോവിന്ദനും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.